ഈ മൂവിയുടെ ട്രെയിലറിന്റെ ലാസ്റ്റ് ഡ്രാമയെ പറ്റി പറയുന്നുണ്ട്. ഐ മീൻ ഫോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂവിക്കകത്ത് ഡ്രാമ വരുന്നുണ്ടോ? 3 കാലഘട്ടം വരുന്നുണ്ട്. ഡ്രാമയെ പറ്റി കൂടുതൽ ഡ്രാമ നിങ്ങൾ മറ്റേ സീതാരാമനായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ഡ്രാമയുടെ ഭാഗമായിട്ടാണോ? ഡ്രാമയുടെ ഭാഗമായിട്ടുള്ള ആണല്ലേ. അപ്പൊ ഇതിനകത്ത് ഡ്രാമയുണ്ട്, കുറെ കാലഘട്ടങ്ങളുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി ഉണ്ടല്ലേ. സംഭവം വലിയൊരു സംഭവം തന്നെ. വലിയൊരു സംഭവമാണത്. അതെ, കണ്ടു കഴിഞ്ഞാൽ അത് അറിയത്തുള്ളൂ. ചെയ്തതിനകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ചെയ്ത മൂവീസ്? എനിക്ക് കുറെ ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് സുരേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 1744 പിന്നെ 1744 വൈറ്റ് ഓട്ടോ എന്ന് പറഞ്ഞ സിനിമയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സെന്നാക്ടയുടെ സിനിമയിൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. റാപ്പിഡയിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. മദനോത്സവത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. മഹേഷിന്റെ പ്രതികാരവും കൂടെ പറയാം. അത് അയാളും കൂടി പറഞ്ഞു നിർത്താം. അതെ, അതുകൂടെ പരാതി വേണ്ടല്ലോ എന്നല്ലേ. മഹേഷിന്റെ പ്രതികാരം അതില് ഡയലോഗ് ഇല്ല. എനിക്ക് തോന്നുന്നു രാജേഷിന്റെ ആദ്യത്തെ വർക്കല്ലേ അത്. അഭിനയിക്കുന്നേ, ഡയലോഗ് ഇല്ല, ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം ചെയ്ത് അവസാനം ജയ ഹേ എന്നൊരു പാട്ട് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ ശരിക്കും അത് ഭയങ്കരമായിട്ട് അതെനിക്കൊന്ന് അതിന്റെ പേരിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഇതും സ്റ്റിക്കേഴ്സ് ഇറക്കിയിട്ടുണ്ട്. എന്റെ കയ്യിലൊക്കെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഫോണില്. അപ്പൊ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. ഇഷ്ടപ്പെട്ട പലതും ആലോചിക്കുമ്പോ പലതരം എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ചേട്ടനോടൊരു സ്നേഹം കൂടുതലുണ്ട്. കാരണം അതെന്നെ കരിയറിന് ഭയങ്കരമായിട്ട് വേറെ രീതിയിലാക്കി.